റെയിൽവേ ലെവൽ ക്രോസ് ഗേറ്റുകൾ അടച്ചിട്ടിരിക്കുമ്പോഴും അപകട ഭീഷണി സൃഷ്ടിച്ച വാഹനങ്ങൾ റെയിൽവേ ട്രാക്കിൽ കോഴിക്കോട് നഗരത്തിലെ തിരക്കേറിയ 4-ാം ഗേറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഈ ആളുകളെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഉണ്ടോ, ലോക്കാക്കിയിട്ട് ഇത്രയും ബൈക്കുകാർ, ഓട്ടോക്കാരെയാണ് കുറ്റം പറയാറുള്ളത് സാധാരണ. പക്ഷേ ഇത് ഓട്ടോക്കാരാണ്. ഈ സമയത്തും വന്ന ബൈക്കാണിത്. ഉണ്ടെങ്കിൽ ഗേറ്റ് അടച്ചിട്ട് വന്ന ബൈക്കുകാരാണിത്. ഉണ്ടോ, ഇതിനെന്താണ് മറുപടി പറയേണ്ടത്? നമ്മൾ ഓരോരുത്തരും മറുപടി പറയേണ്ടതാണല്ലോ, അല്ലേ? ഗേറ്റ് അടച്ചിട്ടു. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. സമീർ, ഈ ട്രെയിൻ വരുന്നതിന് മുമ്പാണ് ഈ ആളുകൾ ഇങ്ങനെ ബൈക്കുമായി അകത്ത് കയറിയത്? അജിൻസ്, ട്രെയിൻ വരാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ 4-ാം ഗേറ്റ് അടക്കുകയും ചെയ്തത്. ആ സമയത്താണ് ഈ വിധത്തിൽ ഈ ട്രാക്കിനകത്തേക്ക് വാഹനങ്ങൾ കയറുന്ന കാഴ്ചയുള്ളത്. അതിന്റെ താഴ്ഭാഗത്തൂടെ വാഹനങ്ങൾക്ക് കയറാൻ കഴിയും, ഇരുചക്ര വാഹനങ്ങൾക്ക് കയറാൻ കഴിയും. അങ്ങനെയാണ് അതിനകത്ത് കയറിയിരിക്കുന്നത്. അവിടെ സിഗ്നലുണ്ട്, ഓട്ടോമാറ്റിക് സംവിധാനമാണ് ആ ഗേറ്റ്. അപ്പൊ തന്നെ അവിടെ ഗേറ്റ് കീപ്പറുമുണ്ട്. എന്നിരിക്കെയാണ് ഇത്തരത്തിലുള്ള ഈ നിയമ ലംഘനം നമുക്ക് കാണാനാകുന്നത്. വളരെയേറെ ജീവന് അപായം ഉണ്ടാക്കുന്ന, സ്വയം വരുത്തി വെക്കുന്ന അത്തരം ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സാധാരണ ഇങ്ങനെ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഈ ട്രെയിൻ കടന്നു വരാനുള്ളൂ. ആ വേളയിലാണ് ഇങ്ങനെ ഇതിനകത്തേക്ക് കയറുന്നത്. മാത്രമല്ല പല വാഹനങ്ങളും ഓഫ് ആക്കിയിട്ടുമുണ്ട്. അതൊന്ന് കൃത്യസമയത്ത് സ്റ്റാർട്ട് ആക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും വലിയ അപകടമാണ് ഉണ്ടാക്കുന്നത്. ഒരു വ്യക്തിയല്ല, അനേകം പേരുടെ ജീവനെ അപായപ്പെടുത്തുന്ന വിധത്തിലാണ് ഈ സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള നടപടി വേണം എന്നുള്ള ആവശ്യമാണ് ഉയരുന്നത്. പ്രധാനമായും അവിടെ RPF-ന്റെ പരിശോധന ഉണ്ടാവണം. അതുപോലെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുള്ള വാഹന ഉടമകൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയും ഉണ്ടാകണം. ഇരുചക്ര വാഹനങ്ങളാണ് ഇങ്ങനെ നിയമം ലംഘിച്ചുകൊണ്ട് ഗേറ്റ് അടച്ചതിന് ശേഷവും റെയിൽവേ ട്രാക്കിലേക്ക് കയറിയിരിക്കുന്നത്. ഡബിൾ ട്രാക്കാണ് അവിടെ ഉള്ളത്. ആ 2 ട്രാക്കിനോട് ചേർന്നും വാഹനങ്ങൾ കയറിയിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ ഭാഗത്തെ ഗേറ്റ് അടച്ചതിനാൽ പുറത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല. പക്ഷേ അതിനകത്ത് അവരെല്ലാം തന്നെ കുടുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു നിയമ ലംഘനമാണ് ഉണ്ടായിട്ടുള്ളത്. അവരുടെ സ്വയം ജീവൻ ഇല്ലാതാവുന്നു, മാത്രമല്ല മറ്റുള്ളവരുടെ ജീവൻ കൂടി ഇല്ലാതാക്കുന്നു. അങ്ങനെയുള്ള അത്തരത്തിലുള്ള നടപടികളാണ്. അതിന്റെ ഒരു സുരക്ഷയും പാലിക്കാതെയാണ് ഈ ഇരുചക്ര വാഹനങ്ങൾ ഈ റെയിൽവേ ട്രാക്കിലേക്ക് കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി വേണം എന്നുള്ള ആവശ്യമാണ് ഉയരുന്നത്.